ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ വരുമല്ലേ. അപ്പം നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്കൊരു അവിയലങ്ങോട്ട് തട്ടിക്കൂട്ടാം. അപ്പോൾ ഇതേ ഒരു പടവലങ്ങയുണ്ട്. ആ പടവലങ്ങ നമുക്ക് എടുക്കാം. 2 ഉണ്ട്. ഒരെണ്ണം ടാങ്കിൻ്റെ മേളിലുണ്ട്. അപ്പോൾ ഈ വലുത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നട്ടതിന് കൂലി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെള്ളരിക്കയുണ്ട്, അതും കൂടെ പറിക്കാം. ഒരു വെള്ളരിക്ക കിട്ടി. ഇനി ഇതിൽ തന്നെ ഒരു കുമ്പളങ്ങയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ വലിച്ചു പറിച്ച് കളയാനായിട്ടിരുന്നതാണ്. അന്നേരമാണ് ഈ ഒരു വെള്ളരിയും കുമ്പളവും ഉണ്ടായത്. അപ്പോൾ 2 കുമ്പളങ്ങയുണ്ട്, ഈ ഒരു വെള്ളരിയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുവിധം വലിയ ഒരു ഇതാണേ, അതും കൂടെ എടുക്കാം. ഇനിയുള്ളതൊരു ചെറുതാണ്, അത് വലുതാവട്ടെ. വലിപ്പം വെക്കുന്ന കുമ്പളാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉരുണ്ട സൈസ് കുമ്പളാണേ, നീളത്തിലുള്ളതല്ല. അപ്പോൾ ഇതേ കുറച്ച് കോവയ്ക്കയും കിട്ടിയിട്ടുണ്ട്. പിന്നെ 2-3 ബീൻസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാനിവിടെ ചേന, കുമ്പളങ്ങ, ഏത്തക്കായ്, ക്യാരറ്റ്, മത്തൻ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടവലങ്ങ, ഇതെല്ലാം കൂടെ നമുക്ക് ഇടാം. ഇനി ഇത് ബീൻസ് 2 പൊളന്നിട്ടിട്ടുണ്ട്. ഇത് കോവയ്ക്ക നല്ല കിളുന്തായിരുന്നേ. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ മുരിങ്ങാക്ക. ഇത്തിരി വലിയ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്, എന്നാലും നമുക്ക് ഇളക്കിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ മുരിങ്ങാക്കായും കോവയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ഒക്കെ കുറേശ്ശെ ഇട്ടാൽ മതി മുളക് പൊടി. എന്നാന്ന് വെച്ചാൽ മുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ അവിയലിനൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലെങ്കിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഇട്ടാൽ മതി ഈ മുളക് പൊടി. ഞാനിപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ ആ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. പൊടിയിനേക്കാളും ഉപ്പുണ്ട് ഈ കല്ലുപ്പിന്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം. ആ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും ആകണം പച്ചക്കറിയുടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. അവിയലിന് ഒത്തിരി വെള്ളം അങ്ങോട്ട് ആയിപ്പോകണ്ട, എന്നാലും ഒന്ന് കുഴഞ്ഞിരിക്കണം. ഒത്തിരി അങ്ങോട്ട് ഉണങ്ങിയും ഇരിക്കരുത്. ഇനി നമുക്കിതൊരു ഇലയിട്ട് മൂടാം. എന്നിട്ടൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടപ്പത്ത് വെക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഇതിനൊരു അരപ്പും കൂടെ റെഡിയാക്കാം. അപ്പോൾ ഇത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ഇടുക. ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് ചിരകിയത്. ഇനി ഇതിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ ഒരു 3-4 വെള്ളക്കാന്താരിയും കൂടി എടുത്തിട്ടുണ്ട്, ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒത്തിരി അധികം ഉള്ളി, ഒരു പിടുത്ത ഉള്ളി എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി. ഇനി ഒരല്പം വെള്ളം, കുറേ വെള്ളം അങ്ങോട്ട് വേണ്ട. എന്നിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. അരഞ്ഞും പോവരുത്, പതുക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന തരത്തിൽ തേങ്ങ പീരകൾ.
അപ്പോൾ ദേ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് ഒന്ന് അകത്തി കൊടുത്തിട്ട്, ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അകത്തി കൊടുത്തിട്ട് ഈ തേങ്ങ ഒതുക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകവും ചുവന്നുള്ളി, കാന്താരിമുളക്, തേങ്ങ. ഇനി നമുക്കൊന്നും കൂടെ മൂടി വെക്കാം. വളരെ പെട്ടെന്ന് റെഡിയാവുന്നതാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകരുത്. ചേനയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കണ്ട, അധികം കുഴഞ്ഞിട്ടുമില്ല, എന്നാൽ വെള്ളം അധികവും അങ്ങോട്ട് വരണ്ടും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരല്പം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല കട്ട തൈര്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ഇങ്ങനെ ഒരു അവിയലുണ്ടാക്കാൻ ആരും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതിലേക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ കയ്യിലിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക, ഞെരടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല മണമൊക്കെ കിട്ടുമേ. അപ്പോൾ ഇനി അധികം തിളക്കുകയൊന്നും വേണ്ട, വെള്ളം ഇരിക്കുമ്പോൾ തന്നെ വറ്റിക്കോളും. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.